ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെ? ഒരു ചിട്ട ഉണ്ടോ അങ്ങനെ ഭക്ഷണക്രമത്തിലൊക്കെ ഞാൻ കംപ്ലീറ്റ് വെജിറ്റേറിയനാണ് ആദ്യം മുതൽ. പിന്നെ ഇപ്പം പ്രായം കൂടുന്തോറും ഭക്ഷണം കുറച്ചുകൊണ്ട് വരിക ചെയ്യും. രാവിലെ 2-3 ഇഡ്ഡലി തിന്നും, ഒരു പഴവും തിന്നും. ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ 2-3 കൂട്ടാനുണ്ടെങ്കിലും കാണും, ചിലപ്പോൾ തൈര് കാണും, ചിലപ്പോൾ തൈര് കൂട്ടുകയില്ല. വൈകുന്നേരം ഒരു കാപ്പി കുടിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പം വരാനില്ല. കഴിഞ്ഞ് യാത്രയായതുകൊണ്ട് എപ്പോഴും കാപ്പി എല്ലാവരും കാപ്പി കുടിക്കാൻ ഇഷ്ടമില്ല, പോകുന്നില്ല. പിന്നെ ചില ബ്രാഹ്മണ ഹോട്ടലുണ്ടെങ്കിൽ തപ്പിപ്പോവും, അവിടെ കയറി കഴിക്കും. വൈകുന്നേരം ഒരു 2-3 ദോശ, ഈ ദോശ നല്ല ദോശ, ഉഴുന്നൊക്കെ ചേർത്തുള്ള ദോശയും, ഒരു പഴവും 2 പഴവും, ഞാലിപ്പൂവും പഴവും. ഇപ്പം ഇത് ചെയ്താലുള്ള മിനിമം ആഹാരം ഇതാക്കുക. അതുകൊണ്ട് വലിയ കുഴപ്പം കാണാറില്ല. അതായത് പ്രായം കൂടുന്തോറും ആഹാരം കുറച്ചുകൊണ്ട് വരിക. കാരണം ഇതൊരു ബൈബിളാണല്ലോ നമ്മുടെ വർക്കുകൾ. പണ്ട് ആഹാരം നല്ല ഒന്നാന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന, നെയ്യും തൈരും ഒക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോൾ നെയ്യ് കൂട്ടണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. അന്നൊക്കെ കറവയുള്ളപ്പോഴാണ് ഒന്നാന്തരം ഫ്രഷായി ഇത്രയും രുചിയുള്ളൊരു സാധനം, നെയ്യ് പോലെ. അന്ന് കലക്കുന്ന നെയ്യുടെ സ്വാദ് വേറെ ഒരിക്കലും ലോകത്ത് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ 50 വയസ്സ് വരെ കഴിഞ്ഞു. പിന്നെ എന്നും ഇത് തിന്നണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് അതൊരു അത്യാഗ്രഹമല്ലേ. അത് കൊളസ്ട്രോളൊക്കെ വരും ചെയ്യും. ചുമ്മാ പറയുക എന്തോ ദൈവം. എനിക്ക് എൻ്റെ കൊളസ്ട്രോൾ നോർമല. ഞാൻ എൻ്റെ വെച്ച് ഞാൻ പറയുന്നത്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ നോണൊന്നും കഴിക്കാത്തതുകൊണ്ട് കൊളസ്ട്രോൾ നോർമലാണ്. ഇപ്പോൾ വേറെ ശല്യങ്ങളൊന്നും ഇല്ല. ഡെയിലി എക്സസൈസ് ചെയ്യാറുണ്ട്. നടക്കാൻ പോകാറില്ല, ഈയിടവില്ല, നേരത്തെ വീണായിരുന്നു. പിന്നെ ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന എക്സസൈസ്, ഓരോ അവയവങ്ങൾക്കുള്ള എക്സസൈസ്, യോഗ അത് നേരത്തെ പഠിച്ചതാണ്. സൂര്യനമസ്കാരമൊക്കെ ചെയ്യും, പഠിച്ചതാണ്. ശീർഷാസനം നിൽക്കുകയായിരുന്നു. ഇപ്പം മാരേജ് കഴിഞ്ഞപ്പോൾ ശീർഷാസനം ചെയ്യാൻ പാടില്ല, കംപ്ലീറ്റ് ബ്രഹ്മചര്യം ഉണ്ടായിരിക്കണം. അതുവരെ ഞാൻ ചെയ്യാമായിരുന്നാണ്. ഒരു 15 മിനിറ്റ് വരെ നിൽക്കാമായിരുന്നു. ഇവിടെ നിലത്ത് നിൽക്കുകയാണ്, ഇങ്ങനെ കൈ വെച്ചോണ്ട് നേരെ പൊങ്ങി. ഒന്നുമില്ല, ഒരു വിഷമമില്ല. അത് പിന്നെ 56 മാരേജ് കഴിഞ്ഞ പിന്നെ ഞാൻ ചെയ്തു. തന്നെയല്ല, അത് വളരെ കരുതലോടുകൂടി ചെയ്തില്ലെങ്കിൽ തലയിൽ ഞരമ്പ് കിട്ടും, ഭ്രാന്താകും. കാകാസനം ഒരിക്കലും പറ്റില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോഴും ഒരു കുഴപ്പമില്ല. അത് ചെയ്യാഞ്ഞിട്ടാ. ഇപ്പം ഒരു കാല് അങ്ങോട്ട് മടക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വേദന തോന്നി അപ്പം ചെയ്യണം. അപ്പം ഞാൻ ചിരുമ ഒന്ന് ചൂടാക്കിയാൽ മതി, വേദന കുറയും. എനിക്ക് ആകെ വിഷമം ചെയ്യാൻ പറ്റുന്നത് സർവാംഗാസനമാണ്. സർവാംഗാസനം ചെയ്യാൻ ഒക്കുകയില്ല. സർവാംഗാസനം എല്ലാ ഞരമ്പുകളും തളർന്നിരിക്കണം എന്നാണ്. അല്ല ചുമ്മാ കിടന്നിട്ട് ആസനമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സ്ഥിരമായിട്ട് പോകുന്നൊരു അമ്പലം, ഒരു ക്ഷേത്രം? അങ്ങനെയൊന്നുമില്ല. കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്, എവിടെ ചെന്നാലും പോകാറുണ്ട്. ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കാശിയിലും പോയിട്ടുണ്ട്, രാമേശ്വരത്തും പോയിട്ടുണ്ട്, പൂരി ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്. ഞാൻ ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഹനുമൻ സഹസ്രനാമവും ഒക്കെ കാണാതെ ചെല്ലാമെന്നാണ്. അതുപോലെ തന്നെ സരസ്വതിയുടെ ദണ്ഡകമുണ്ട്, അതൊക്കെ ചെല്ലാവുന്നതാണ്, എപ്പോഴും ചെല്ലാവുന്നതാണ്. ഒരു ദിവസം അതിനൊരു സമയമുണ്ടോ? അത് ഞാൻ രാവിലെ കുളിയും കഴിഞ്ഞ് വന്നിരുന്നു നാം ജയിക്കും കുറേ നേരം. അതിന് പിന്നെ ഇതൊക്കെ നല്ല ചില ചിട്ടകളുണ്ട്. അന്ന് ജീവിക്കാൻ കിട്ടില്ലേ, വണ്ടി ഇരുന്നുകൊണ്ട് ഇരിക്കും, സമയം കിട്ടില്ല. അപ്പോഴായാലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നാനാകർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈശ്വര വിചാരം ഉണ്ടായിരുന്നാൽ മതി. അത് രാമായണത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ന് വേണ്ട, നാനാകർമ്മങ്ങൾ ചെയ്യുമ്പോഴും നാരായണ സ്മരണ ഉണ്ടായിരിക്കണം. സംവരണ പ്രശ്നം അല്ലെങ്കിൽ സ്വാശ്രയ ബില്ല്, ഇതിലൊക്കെ എന്താണ് നിലപാട് സർ? സംവരണ പ്രശ്നത്തിന് ഉള്ളവനെ കൊടുക്കാവൂ, ഉള്ളവന് കൊടുക്കരുത്, ഇല്ലാത്തവന് കൊടുക്കണം എന്ന ഒറ്റ വാചകത്തിൽ പറഞ്ഞ സംവരണം. NSS മന്നത്ത് പത്മനാഭൻ പറഞ്ഞ കാര്യമായത്. അപ്പോൾ അതിനാ സുപ്രീം കോടതി കേസ് കൊടുത്തത് മുഴുവൻ അടിസ്ഥാനം ഇത് തന്നെയാണ്. അത് സുപ്രീം കോടതി 92 വിധി പ്രകാരം ഈ ക്രിമിനലിനെ റിമൂവ് ചെയ്യുന്ന പറഞ്ഞപ്പം ഇല്ലാത്തവനെ കൊടുക്കാവൂ, ഉള്ളവന് കൊടുക്കരുതെന്നുള്ള പ്രിൻസിപ്പിൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതിന്നും നിലനിൽക്കുക. ഇപ്പോഴും 9 അംഗ ജഡ്ജിമാരാണ് വിധിച്ചത്. അവ 89 തുടങ്ങിയ കേസ് ഇന്ന് വരെ കൊടുത്ത കേസ് എല്ലാം ജയിച്ചിട്ടുണ്ട്. ഇവിടെ ക്രിമിനൽ ഇല്ല എന്നും പറഞ്ഞ ആക്ട് പാസ്സാക്കി 120 MLA ഒരുമിച്ച് അത് കംപ്ലീറ്റായിട്ട് അസ്ഥിരപ്പെടുത്തി വന്നു. അതിനെ മറികടക്കാൻ ജസ്റ്റിസ് നരേന്ദ്രനെ വെച്ചു. അത് പൂർണ്ണമായിട്ട് അസ്ഥിരപ്പെടുത്തി കേസ് കൊടുത്തു. ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ, ഞങ്ങൾ ആർക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ജാതിക്കാരനും കൊടുക്കട്ടെ. പിന്നെ ജാതി അടിസ്ഥാനമാകരുത്, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും പറയാൻ ചെയ്യാതെ നായർ സൊസൈറ്റി ഒരു ഇന്ന് കിട്ടുന്ന ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അതിലെ താഴെക്കട ആൾക്ക് കിട്ടുന്നില്ല എന്ന് സുപ്രീം കോടതി 9 അംഗ ജഡ്ജിമാർ ഐകണ്ഠ്യേനെ പാസ്സാക്കിയതാണ്. ന്യായമായ സുപ്രീം കോടതി നടപ്പിലാക്കാതിരിക്കാനായിട്ട് നിരന്തരമായി നോയമ്പ് നോറ്റ് പ്രവർത്തിക്കുന്ന സർക്കാരുകൾ, ഇടത് വലത് സർക്കാരുകളും
ആണെന്നുള്ള വളരെ വ്യക്തമായ. പിന്നെ സ്വാശ്രയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വാശ്രയം തുടങ്ങാഞ്ഞ കാര്യം മുമ്പേ പറഞ്ഞ കാര്യമാണ്. അതെ, ഇത് ഒരു തരത്തിലും നാടക വയബിൾ അല്ല. ദേവസ്വം നട്ടം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്ഥാപനം നടത്തുകയും സർക്കാരിൻ്റെ നയങ്ങളനുസരിച്ച് സ്ഥാപനം മാറ്റിവെക്കുക, എടുത്തു വയ്ക്കുക, നിർത്തി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രീതിയിൽ പരീക്ഷിക്കാനായിട്ട് NSനെ കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് ബെറ്റർ നോട്ട് ടു ഡു ഇറ്റ്. ഞങ്ങൾക്ക് 158 സ്കൂളുകളുണ്ട് NSSന്, 1026 കോളേജുണ്ട്, പോളിടെക്നിക്കുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജൊക്കെ 1,40,000 ഒരു മാസം വരുന്നത്. അതിൻ്റെ പഠിക്കുക മുതൽ കമ്പ്യൂട്ടർ അല്ലയോ. എഞ്ചിനീയറിംഗ് കോളേജ് 40 കമ്പ്യൂട്ടർ ഒരുമിച്ച് മേടിച്ചാൽ 40 മേടിച്ച് കൊടുക്കുക. അല്ല എന്ത് ചെയ്യാനാണ്? 2 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ക്ലാപ്പ് പോയി, ഇത് പോയി, അർച്ചത് പോയി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതങ്ങനെ പെട്ടിക്കകത്ത് ദൂരം കളഞ്ഞേക്കുക. അതെല്ലാം കൂടി തൂറ്റി ഇടാനൊരു മുറി വേറെ. ഇതൊക്കെ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാനാണ്? 40-50 എണ്ണം ഓരോ തവണയും പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യാനാണ്? ഇന്നൊരു ശനിയാഴ്ച ഇത്തിരി സമയം ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട് സർ. ഇനി നാളെ തൊട്ട് വീണ്ടും ഞായർ തിങ്കൾ എന്നൊരു വ്യത്യാസമില്ലല്ലോ അല്ലേ ജീവിതത്തിൽ? അത് എനിക്കില്ല, ആ ഒരു വിഷമം. എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിയുടെ ഞായറാഴ്ചയാണ്. അതെ, ശരിയാ, മനുഷ്യന് അവധിയുള്ള ദിവസം നമ്മുടെ ജോലി. അതെ, ഇത്രയും തിരക്കിൽ നിന്നും അല്പനേരം ഞങ്ങൾക്ക് തന്നിട്ട് വളരെ സന്തോഷമുണ്ട് സർ. അത് ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ തന്നെ ചെയ്യാനൊത്തതിൽ വളരെ സന്തോഷമുണ്ട്. വെരി മെനി താങ്ക്സ് ഫോർ താങ്ക് യു സർ. ഓൾ ദ സ്റ്റാഫ്.